ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിലെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത സമരമെന്ന് മുഖ്യമന്ത്രി. വൈക്കത്ത് സർക്കാർ ശതാബ്ദി ആഘോഷ സ്മാരകം നിർമ്മിക്കുമെന്ന് പിണറായി വിജയൻ. രാജ്യത്ത് ഐത്തത്തിനെതിരെ പോരാടാൻ പ്രേരണയായത് വൈക്കം സത്യാഗ്രഹമെന്ന് MK സ്റ്റാലിൻ. സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം. ജനങ്ങൾക്കിരുട്ടടിയായി പുതിയ സാമ്പത്തിക വർഷത്തിന് തുടക്കം. സർവത്ര മേഖലയിലും വിലക്കയറ്റം. ജീവൻ രക്ഷാ മരുന്നുകൾക്കും മദ്യത്തിനും വർദ്ധിപ്പിച്ച വില പ്രാബല്യത്തിൽ. നികുതി വർധനവ് കാരണം സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെന്ന VD സതീശൻ. വാണിജ്യ സിലിണ്ടറുകളുടെ വില 92 രൂപ കുറച്ച് എണ്ണ കമ്പനികൾ. KSRTCയിൽ ശമ്പളം ലഭിക്കാത്തതിനെതിരെ ബാഡ്ജ് കുത്തി പ്രതിഷേധിച്ച വനിതാ കണ്ടക്ടർക്ക് സ്ഥലമാറ്റം. വൈക്കം ഡിപ്പോയിലെ കണ്ടക്ടർ അഖില S. നായരെ പാലായിലേക്ക് സ്ഥലം മാറ്റി. നടപടി സർക്കാരിനെയും KSRTCയും അപകീർത്തിപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി. ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകിയില്ലെങ്കിൽ വസ്തുനികുതിയിൽ ഉൾപ്പെടുത്തി ഈടാക്കാൻ തീരുമാനം. കുടിശ്ശിക വരുത്തിയവർക്കും യൂസർ ഫീ വസ്തുനികുതിയിൽ കൂട്ടി ഈടാക്കും. തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. K. മുരളീധരന് പിന്തുണയുമായി ശശി തരൂർ. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷത്തിൽ മുരളീധരനെ അവഗണിച്ചത് പാർട്ടിക്ക് പറ്റിയ തെറ്റ്. മുതിർന്ന നേതാവിനെ അപമാനിച്ചത് ശരിയായില്ലെന്നും തരൂർ. KM-ന്റെ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ഇത് ശരിക്ക് ഒരു തെറ്റാണ് നമ്മുടെ പാർട്ടിയുടെ പക. കാരണം ഈ വിഷയത്തിൽ ഒരു മാനദണ്ഡം അവർ പ്രഖ്യാപിച്ചു. ശ്രീ K. മുരളീധരൻ നമ്മളുടെ ഒരു സീനിയർ നേതാവാണെന്ന് മാത്രമല്ല, അദ്ദേഹം പാർട്ടിയുടെ ഭാരവാഹിത്യം എടുത്തൊരു വ്യക്തിയുമാണ്. അദ്ദേഹം KPCC പ്രസിഡന്റായിരുന്നു. പാർട്ടി തിരിച്ചു. വയനാട്ടിൽ ഗോത്രദമ്പതികളുടെ കുഞ്ഞ് ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിൽ ഡോക്ടർമാർക്കെതിരെ നടപടി. മാനന്തവാടി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ഡോക്ടറെ പിരിച്ചുവിട്ടു. ഡോക്ടർ രാഹുൽ സാജുവിന് വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തൽ. പഞ്ചാബ് മുൻ PCC അധ്യക്ഷൻ നവജോത് സിംഗ് സിദ്ധു ജയിൽ മോചിതനായി. സിദ്ധു പുറത്തിറങ്ങിയത് 10 മാസങ്ങൾക്ക് ശേഷം. ശിക്ഷാ ഇളവ് നല്ല നടപ്പ് പരിഗണിച്ചു.